ഒരു കുട്ടി എൻ്റെ അടുത്ത് പഠിക്കാൻ വരുമ്പോൾ ഞാൻ ആ കുട്ടീനെ പഠിപ്പിക്കാനല്ല ഞാൻ നോക്കുന്നത്, ഞാൻ ആ കുട്ടിയെ ഞാൻ പഠിക്കാനാണ് നോക്കുന്നത്. ഇവനിൽ എത്രമാത്രം കഴിവുകളുണ്ട്, ഇവൻ എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണ്, ഇവൻ എത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ കുട്ടീനെ തിരഞ്ഞെടുത്ത് വേർതിരിച്ച് പഠിപ്പിച്ച് എടുക്കുന്നത്. എട്ട് വയസ്സ് മുതൽ 13 വയസ്സ് വരെയാണ് ഏറ്റവും റിസപ്റ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. ഏറ്റവും റിസപ്റ്റീവായിട്ടുള്ള പീരീഡ് കുട്ടികളുടെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ആയിട്ടുള്ളത് അങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഓരോ കുട്ടിയും യൂണീക്കാണ്. അത് ഒരു 10 പേര് മ്യൂസിക്കിനുണ്ടെങ്കിൽ 10 പേരും യൂണീക്കാണ്. അവരുടെ ഗ്രാസ്പ് ചെയ്യുന്ന രീതി, അവരുടെ ശൈലി, അവരുടെ വേഗത, പഠിക്കുന്ന വേഗത, അവരുടെ പെർഫെക്ഷൻ, ഇതൊക്കെ ഡിഫറെൻ്റാണ്. തൊണ്ണൂറ്റിയൊന്നിലൊക്കെ ഇത് ആരംഭിക്കുന്ന സമയത്ത് അധികം കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. വിരലിൽ എണ്ണാവുന്ന കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 2-3 കൊല്ലം അങ്ങനെ പോയി. പിന്നെ പതുക്കെ നമ്പർ കൂടാണ് ചെയ്തത്. ആയിരത്തി 1992 തോന്നുന്നു തോമസ് അച്ഛൻ ഇവിടെ വരുന്നത്. ഇവിടെ ആകെ കൂടി ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു ഹാൾ മാത്രമേ ഉള്ളൂ. ഈ ഹാളിന് ഈ തട്ടിക വെച്ച് മറച്ചാണ് 4 സെപ്പറേറ്റ് റൂംസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സൗകര്യം വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചിന്തിച്ചിരുന്നത്. അപ്പോൾ ഒരു റൂമിൽ വായിക്കുന്നത് മറ്റുള്ള റൂമിലുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ട്. എല്ലാം ശബ്ദമാണല്ലോ. അത് വയലിനായാലും ഗിറ്റാറായാലും കീബോർഡായാലും എല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഒരുവിധം ടോളറൻ്റ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോയി. ആരംഭത്തിൽ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. വളരെ ഒരു ഓർഗൺ, അതുപോലെ തന്നെ പിയാനോ എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റിയില്ല. ചിലപ്പോഴൊക്കെ ഞാൻ ഒരു CD വേണ്ടിയിട്ട് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഒരു CD എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ കുട്ടികളെ എനിക്ക് പഠിപ്പിക്കാമായിരുന്നല്ലോ ഒന്ന്. അതുപോലെ തന്നെ ഒരു നല്ലൊരു ഓർഗൻ കിട്ടിയിരുന്നെങ്കിൽ. ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രോവിൻസ് എനിക്ക് വളരെ പ്രചോദനമായിരുന്നു. പ്രോവിൻസ് എന്നെ വളർത്താൻ വേണ്ടിയിട്ട് ഈ സ്ഥലം പ്രോവിൻസാണ് തന്നത്. പ്രോവിൻസിൻ്റെ ഫ്ലോറാണ് അത് തന്നു. പിന്നീട് ആരംഭത്തിൽ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് വാങ്ങിക്കാനുള്ള പൈസ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ വളരെ കുറേ കുട്ടികളുണ്ടായിട്ടുള്ളൂ. വയലിന് തന്നെ 3-4 കുട്ടികളെ ആകെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ കീബോർഡിന് കുട്ടികൾ കൂടുതൽ വന്നു തുടങ്ങി. അന്ന് കീബോർഡില്ല. ആകെ കൂടി ഒരു ഇലക്ട്രോണിക് കീബോർഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. ഒരു കാസിയോൻ്റെ കീബോർഡ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അത് വേണമെങ്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അത് ഇവിടേക്ക് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഹാർമോണിയം ഇല്ല, വേറെ ഇത് തന്നെയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതും വെച്ച് നമ്മൾ 2 കീബോർഡും പിന്നെ ഗ്രാജുവലായിട്ട് ഒരെണ്ണം കൂടി വാങ്ങി, അങ്ങനെ 3 കീബോർഡ് വെച്ചാണ്
മുന്നോട്ട് പോയിരുന്നു. കുട്ടികളുടെ ടോട്ടൽ ഗ്രോത്താണ്. അതായത് അവർക്ക് പിയാനോമേ ഇരിക്കാനുള്ള ഡിസ്പോസിഷൻ, കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ മെമ്മറി പവർ, അതുപോലെ തന്നെ ആർട്ടിക്കുലേഷൻ, അവരുടെ കണ്ണും വിരലുകളും ഒപ്പം തന്നെ കാലുകളും തമ്മിലുള്ള കോർഡിനേഷൻ, ഇതുപോലെ ഒരുപാട് ക്വാളിറ്റീസ് അല്ലെങ്കിൽ സ്കിൽസ് കുട്ടികൾക്ക് പിയാനോ പഠനത്തിലൂടെ അല്ലെങ്കിൽ ഡ്രംസ് പഠനത്തിലൂടെ അല്ലെങ്കിൽ ഗിറ്റാർ പഠനത്തിലൂടെ വയലിൻ പഠനത്തിലൂടെ ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കും. വാട്ട് ഈസ് ദിസ് നോട്ട്? സി. ഓക്കെ. ആൻഡ് വാട്ട് ഈസ് ദിസ്? കുട്ടികളുടെ ആദ്യം അഡ്മിഷന് വരുന്ന സമയത്ത് ഒരു സ്ക്രീനിങ് കഴിഞ്ഞിട്ടാണ് ഇവർ കയറ്റി വിടുന്നത്. ഇപ്പോൾ ആരെങ്കിലും കുട്ടികൾ വരുമ്പോൾ വയലിനാണെങ്കിൽ എൻ്റെ അടുത്ത് ചിലപ്പോൾ ഒന്ന് അപ്രോച്ച് ചെയ്യും, അല്ലെങ്കിൽ ഗിറ്റാറിനാണെങ്കിൽ ഗിറ്റാർ സാറിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യും. എന്ത് തന്നെയാലും ആരുടെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്താലും അച്ഛനിൽ കൂടെ മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ അത് തന്നെ ഒരു കംപ്ലീറ്റ് കൺട്രോളിൽ കൊണ്ടുവരും. മാത്രമല്ല ഒരു 2-3 കൊല്ലം തോമസ് അച്ഛൻ വന്ന് 2-3 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ കുറേ ടൈറ്റായി എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കേട്ടിട്ട് വരുന്നത് അച്ഛനൊരു പുലിയാണെന്നുള്ള മട്ടിലാണ് കയറി വരുന്നത്. അപ്പം ഭയങ്കര സ്ട്രിക്റ്റാണ് ആൾ എന്നുള്ളൊരു ധാരണ ഓൾറെഡി പരന്നു തുടങ്ങി. അപ്പോൾ അത് വരുമ്പം ചിലർ പേടിച്ചിട്ട് അച്ഛൻ എന്നെ വഴക്ക് പറയോ തെറി പറയോ എന്നൊക്കെ കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും പറയില്ല, നീ നേരെ വന്നോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു റെസ്പെക്റ്റും ഭയവും രണ്ടും കൂടിയുണ്ട്. പിയാനോ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഞാനതിപ്പോഴും അങ്ങനെ തന്നെയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്ട്രിക്റ്റ്നെസ് കാണിച്ച് ഞാൻ ചിലപ്പോൾ കുട്ടികളുടെ ഒപ്പം തോളിൽ കൈയിട്ട് ചിലപ്പോൾ ചായ കുടിക്കാൻ പോകും. അവരെ എൻ്റെ സ്വന്തം പോലെ എൻ്റെ മക്കളെ പോലെ ഞാൻ കൊണ്ടു നടക്കും. പക്ഷേ എൻ്റെ മനസ്സിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഇതാണ്, ഇവരെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇവർ വളരെ ഹൈ ലെവലിൽ ലോകത്തിന് അറിയപ്പെടുന്ന രീതിയിൽ പുറത്തേക്ക് വരും എന്നുള്ള വലിയൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ ഡാഡിയുടെ കൂടെ ഞാൻ ബസ് കയറി ഒറ്റപ്പാലത്ത് നിന്ന് തൃശ്ശൂർ വന്നിട്ട് അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടിട്ട് അച്ഛൻ പറഞ്ഞു, ഓക്കെ അഡ്രസ്സൊക്കെ എഴുതി വെച്ച് പൊക്കോ, 200ാമത്തെ ലിസ്റ്റാണ്, വെയിറ്റിംഗ് ലിസ്റ്റാണ്. എൻ്റെ ഡാഡി പക്ഷെ വിട്ടില്ല. എൻ്റെ ഡാഡി ഇങ്ങനെ അച്ഛനോട് പോയി റിക്വസ്റ്റ് ചെയ്തു, അച്ഛനൊന്ന് അവനെ ഒന്ന് വായിക്കണമെന്ന് കേൾക്കണം, ഒന്ന് വായിക്കാൻ പറ്റുമോ, ഒന്ന് വായിച്ചു തന്നു കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ ഇനി താല്പര്യത്തിലേക്ക് ഞങ്ങൾ പോയിക്കോളാം. അപ്പോൾ അച്ഛൻ എൻ്റെ പഠിച്ച പുസ്തകത്തിന് 1-2 പീസ് എടുത്തു. കടുകട്ടി സാധനമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയത് വായിക്കാൻ, എനിക്ക് ഇഷ്ടമല്ല വായിക്കാൻ. അത് പറഞ്ഞിട്ട് എന്തുകൊണ്ട് അവിടെ വായിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പുസ്തകമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി. ഒരു വിധത്തിൽ ഞാൻ ഒപ്പിച്ചു അതൊക്കെ. ഐ ഡോണ്ട് നോ, മേ ബി അവർക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അവിടെയുള്ള സീനിയർ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ദേ വർ വാച്ചിങ്. അവർക്ക് ദേ ആർ ഓൾ ബ്രില്യൻ്റ്ലി ടാലൻറ്റഡ്. അപ്പോൾ അച്ഛനത് കണ്ടിട്ടാ തോന്നുന്നത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വരാൻ താല്പര്യമുണ്ടെങ്കിൽ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ജീവിതം തുടങ്ങുന്നത്. സ്റ്റീഫൻ ദേവസിയൊക്കെ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ഇവിടെ വരും, വെള്ളിയാഴ്ചയാണ് വീട്ടിൽ പോവുക. പക്ഷേ സാധാരണ മനുഷ്യർക്ക് അതറിയില്ല. സ്റ്റീഫൻ ദേവസി വായിക്കുമ്പോൾ ഭയങ്കര ഗംഭീരം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ പുറകിലൊരു ഉണ്ടാക്കിയെടുത്ത എഫർട്ട് എന്താണെന്ന് അറിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ വയലിനിസ്റ്റുകളൊക്കെ ആയിട്ടുള്ള വ്യക്തികളുമായിട്ടാണ് സീനിയർ സ്റ്റുഡൻസ്. ഒരു വിവേക് ഉണ്ട്. വിവേക് എൽ സുബ്രഹ്മണ്യത്തിനും കവിതാ കൃഷ്ണമൂർത്തിക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി വായിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ഫ്രീജോ ഫ്രാൻസിസ്, അദ്ദേഹവും ഇതുപോലെ തന്നെ വായിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വായിക്കുന്ന നല്ല കഴിവുള്ള കുട്ടികളെ ഇവിടുന്ന് വാർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. മർട്ടിനയുടെ ഫാദറിനെ ചാൾസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ചാൾസെ, ഈ കുട്ടി നല്ല കഴിവുള്ളൊരു കുട്ടിയാണ്, നിനക്ക് തൃശ്ശൂർ വരാൻ പറ്റുമെങ്കിൽ വായു, അവിടുന്ന് ഞാൻ ഇവിടെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കാമെന്ന് പറഞ്ഞു. അത് കേട്ട് ചാൾസ് വീട് വിറ്റ്, സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ചാൾസ് ഓട്ടോറിക്ഷ വിറ്റ് ഇവിടെ തൃശ്ശൂർ വന്ന് വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ച് പഠിക്കുകയായിരുന്നു. എൻ്റെ സീനിയർ സ്റ്റുഡൻറ്റ്, ഇവിടെ പഠിച്ചിരുന്ന സ്റ്റുഡൻ്റ് ഉണ്ട്, കറോളിനെയാണ് ഞാൻ എപ്പോഴും കണക്ട് ചെയ്തിരുന്നത്. അവൻ പഠിപ്പിച്ചു കൊടുക്കും. ഞാനിവിടെ മോളുടെ എക്സ്പ്രഷൻസ്,
ഇതെല്ലാം ശ്രദ്ധിച്ച് വളർത്തിക്കൊണ്ടുവന്ന. ആൻഡ് ഷീ ഈസ് സോ മച്ച് ടാലൻറ്റഡ്. ഞാനിവിടെ വന്ന് ആദ്യം പിയാനോയിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ എക്സസൈസ് വെച്ചിട്ടാണ്. എക്സസൈസ് പ്രത്യേകിച്ച് ഇയർ ട്രെയിനിങ്ങിനാണ് ഫസ്റ്റ് അച്ഛൻ പ്രയോറിറ്റി കൊടുത്തിരുന്നത് സ്റ്റാർട്ടിങ്ങിൽ. അവിടുന്ന് പിന്നെ നമുക്ക് എല്ലാത്തിനും കൃത്യം ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് വെറുതെ വന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കാലത്ത് വന്ന് എന്തെങ്കിലും ഇങ്ങനെ പ്ലേ ചെയ്ത് പോകും, അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിൻ്റെ ഹമ്മിങ് എക്സസൈസ് ഉണ്ട് ഇയർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എനിക്ക് വളരെ സന്തോഷം, ഞാനിപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴും ഇതൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ അച്ഛൻ നടത്തിക്കൊണ്ട് പോകുന്നത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. ഞാൻ ചേതനയുടെ വില അറിഞ്ഞത് ഞാൻ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയപ്പോഴാണ്. ലോകത്ത് ഐ ഹവ് ട്രാവൽഡ് എ ലോട്ട്. കുറേ സ്ഥലങ്ങളിൽ ഞാൻ ഗസ്റ്റായിട്ട് പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ വർക്ക്ഷോപ്പ് ഒക്കെ എടുക്കും. അപ്പം എനിക്ക് അവിടെ പോയതിലൊക്കെ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്ഥാപനം അല്ലെങ്കിൽ ചേതന, ഞാൻ പഠിച്ചുകൊണ്ടുള്ളൊരു ഇതല്ല പറയുന്നത്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടുന്ന ഒരു പോസിബിലിറ്റി, അവിടെ കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അപാരമാണ്. ഒരു പിയാനോ ഒരു 5 മണിക്കൂറൊക്കെ ഒരാളുടെ കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പുറത്തൊന്നും സംബന്ധിച്ച് ഭയങ്കര എക്സ്പെൻസീവാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ലീവിന് വന്ന സമയത്ത് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്താ വീണ്ടും മേടിച്ചു, C7 മേടിച്ചു, ബൊഹീമിയ കഴിഞ്ഞു, ബൊഹീമിയ ഒരു 30-35 ലാക്ക്, അത് കഴിഞ്ഞപ്പോൾ C7 മേടിച്ചിരിക്കുന്നു, ആരും ചെയ്യാത്ത പല. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അപ്രൈറ്റ് തന്നെ ഒരു 8-9 അപ്രൈറ്റ് പിയാനോ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ അച്ഛൻ എന്തത് ഇങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റണേന്ന് ചോദിച്ചു. എനിക്ക് സർപ്രൈസ്, സിൻസിയർലി ഭയങ്കര സർപ്രൈസറാണ് ഞാൻ. നമ്മൾ ഓരോ കുട്ടിക്കും ഓരോ പിയാനോ കൊടുക്കണം. അതൊരു സ്ഥലത്തുമില്ല. ഈവൻ ഇവിടെ C7 യമഹ ഗ്രാൻഡ് പിയാനോ ഉണ്ട്, അതുപോലും കുട്ടികൾക്ക് പഠിക്കാനാണ് കൊടുക്കുന്നത്. മറ്റു ഇന്ത്യയിലുള്ള മറ്റ് C7 ഉള്ള 4 ഇടങ്ങളാണുള്ളത്: ഡൽഹി, ബോംബെ, പിന്നെ മദ്രാസ് ആൻഡ് ഹിയർ. ഈ 4 സ്ഥലത്തിൽ 3 സ്ഥലത്തും പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാൻഡ് പിയാനോയിൽ. അതുപോലെ തന്നെ ഓഫ് കോഴ്സ് ഞാനിവിടെ ഇതിലിരിക്കുന്ന ബൊഹീമിയ എന്ന് പറയുന്ന പിയാനോയുടെ മുന്നിലാണ്. ഇത് ചെക്കോസ്ലോവാക്യൻ പിയാനോ ആണ്. ഇതടക്കം കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൊടുക്കാറുണ്ട്. ഒപ്പം തന്നെ യമഹയുടെ ഒരു 14 അക്വസ്റ്റിക് പിയാനോസ് കൂടി ഉണ്ട്. പിന്നെ ഒരു 15 ഡിജിറ്റൽ പിയാനോസ് ഉണ്ട്. ഇതൊക്കെ ഒരു കുട്ടീനെ പിയാനോയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് കൊടുത്തിരിക്കും. ആയിരത്തി 1995 ഇവിടെ ലണ്ടൻ ട്രിനിറ്റി കോളേജിൻ്റെ ഗ്രേഡ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആ വർഷം വളരെ കുറച്ച് പേര്, അതായത് 7 പേര് മാത്രമേ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് അങ്ങോട്ട് ഓരോ വർഷവും കുട്ടികൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നു. ചില വർഷങ്ങളിൽ 600 കുട്ടികളൊക്കെ പരീക്ഷ എഴുതിയ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മളാണ് കേരളത്തിൽ ഈ ലണ്ടൻ ട്രിനിറ്റി കോളേജിൻ്റെ എക്സാമിനേഷൻ ഏറ്റവും കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലണ്ടൻ ട്രിനിറ്റി കോളേജ് നമ്മുടെ ഈ സ്ഥാപനത്തെ അവരുടെ ഓണററി മെമ്പറായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് 2019. ആന്റണി, we are preparing for the 8th grade Trinity College London and you play Nelse Domlowitz. ഇനീഷ്യൽ ഗ്രേഡാണ് സ്റ്റാർട്ടിങ്. ഇനീഷ്യൽ ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ LKG, UKG ഇതുപോലെയാണ്. വളരെ സിസ്റ്റമാറ്റിക് ഗ്രോത്താണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡിപ്ലോമ കോഴ്സസ് ആണ്. ഡിപ്ലോമ കോഴ്സിൽ വരുന്നത് ATCL, അസോസിയേറ്റ് ഓഫ് ട്രിനിറ്റി കോളേജ് ലണ്ടൻ, അതുപോലെ തന്നെ LTCL, ലൈസൻസിയേറ്റ് ഓഫ് ട്രിനിറ്റി കോളേജ് ലണ്ടൻ, പിന്നെ FTCL, ഫെലോഷിപ്പ് ഓഫ് ട്രിനിറ്റി കോളേജ് ലണ്ടൻ. ഞങ്ങൾ ബാംഗ്ലൂർ തന്നെ ഞങ്ങൾ ആക്ച്വലി ഇവർക്ക് ക്ലാസ് നോക്കിയ സമയത്ത് പല അക്കാഡമികളിലും ഞങ്ങൾ പോയി അന്വേഷിച്ചിരുന്നു. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 40 മിനിറ്റ് ക്ലാസ്, 40 മിനിറ്റിൽ അവർ ക്ലാസ് അവിടെ നിർത്തി, ഫീസും അതുപോലെ കൂടുതലാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് അവർ ക്ലാസ് എടുക്കില്ല. ബാക്കിയുള്ളത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കിക്കോളണം. ആ ഒരു അന്തരീക്ഷം
തീരെ അതേ അല്ല ഇവിടെ. സാധാരണയായിട്ട് പലയിടത്തൊക്കെ ഒരു പീസ് അല്ലെ 3 പീസ് മാത്രം മതി ശരിക്കും ലണ്ടൻ ട്രിനിറ്റി കോളേജിലെ എക്സാമിനേഷന് പ്രസന്റ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. പിയാനോയ്ക്ക് വരുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും അവരുടെ സിലബസിലുള്ള എല്ലാ മ്യൂസിക്കൽ നമ്പേഴ്സും പഠിച്ചിരിക്കണം. ഇവിടെ വന്നതിന് ശേഷം ഡ്രാസ്റ്റിക്കലി ചേഞ്ചാണ്. മ്യൂസിക്കിനെ പറ്റിയിട്ട് കൂടുതൽ നോളജും കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ഇവൻ്റെ എന്താ പറയുക തോരയും ഇതെല്ലാം ഇവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. Ryan, we are going to practice the sound at sight for the 8th grade. D, very good, very good. And this one? പോളിന് വളരെ വിരളമായി കാണുന്ന ഒരു പ്രത്യേക കഴിവ് ഉണ്ട്. അതായത് മ്യൂസിക്കിൻ്റെ ഒരു സ്കെയിലിൽ ആരംഭിക്കുന്ന സംഗീതം പെട്ടെന്ന് വേറെ സ്കെയിലിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ അത് മാറ്റാൻ കഴിയും. This is its original pitch. Next bar onwards you play E flat in E flat. Then you go for A major. Next A major. സ്കൂളിൽ അങ്ങനെ കീബോർഡ് പഠിക്കുന്നുണ്ടെന്നറിയാം, പക്ഷെ ഞാൻ അതിനെ കുറിച്ച് അത്രയും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടില്ല. കോവിഡ് ടൈമിൽ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഇവരിങ്ങനെ പ്ലേ ചെയ്യുന്നു, ഒരു പാട്ട് പ്ലേ ചെയ്യുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ഇവൻ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് റെപ്ലിക്കേറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ധാരണയായിരുന്നു. ഞാൻ ഇമ്മീഡിയറ്റ്ലി എന്ന് വെച്ചാൽ ഇവൻ ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പുള്ള ഒരു പഴയ പാട്ടെടുത്ത് കൈ കൊടുത്തിട്ട് വന്നു ഇതൊന്ന് പ്ലേ ചെയ്യണം. ഒരു 3-4 ടൈംസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് അതിൻ്റെ എന്താണോ ഫ്ലോ അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് റെപ്ലിക്കേറ്റ് ചെയ്തത്. C5 G sharp C sharp D sharp A C F G E C G sharp C D F B G C C3 to C6. ആൻ്റണി ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ആൻ്റണിയുടെ തന്നെ ഒരു കമ്പോസിഷനാണ്, എലവേറ്റഡ് ജേർണി എന്നുള്ള കമ്പോസിഷൻ. ഹി ഈസ് എ സ്പെഷ്യലി ബ്ലെസ്ഡ് ചൈൽഡ്. ആബ്സൊല്യൂട്ട് പിച്ച് എന്നുള്ളൊരു പ്രതിഭാസം ഉണ്ട്, അത് ആൻ്റണിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. ഒപ്പം തന്നെ ആൻ്റണി പാട്ട് കേട്ട് നേരിട്ട് നോട്ട്സും കോഡ്സും എഴുതി നമ്മെ അത്ഭുതപ്പെടുത്തും. B4 D4 G4 B flat 3 D sharp D flat C D F G A B C D sharp F sharp G sharp A sharp C sharp D flat no C D flat from B3 to B6 but now A6. ഞാൻ ഇവരെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നുള്ള വാക്കല്ല ഞാൻ ഉപയോഗിക്കണേ, സ്പെഷ്യലി ബ്ലെസ്ഡ്. ദേ ആർ സ്പെഷ്യലി ബ്ലെസ്ഡ്. ഇവരെ സ്റ്റേജിൽ കയറ്റുമ്പോഴും പ്രത്യേകമായി അനുഗ്രഹിക്കപ്പെട്ട കുട്ടികൾ ഞങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേജിൽ കെട്ടുന്നത്. നമുക്ക് ആദ്യം മനസ്സിലായത് ശബ്ദവും ആളും തമ്മിലൊരു എക്സ്ട്രാ കണക്ഷൻ ഉണ്ട്. ഓവർ സെൻസിറ്റീവ് ആണ് ചെവി. പക്ഷേ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ആളുടെ സ്ട്രെങ്ത് എന്ന് തോന്നുന്നു ഇപ്പോൾ. കാരണം ഈ ഇപ്പം മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ സാധാരണ ആളുകൾ കേൾക്കുന്നതിനേക്കാളും വളരെ ക്ലാരിറ്റിയോടുകൂടി ക്ലിയർ ആയിട്ട് ഓരോ സൗണ്ട് പീസും ആൾ കേൾക്കുന്നുണ്ടാവും. ചേതന മ്യൂസിക് അക്കാദമി ഒരു വർഷത്തിൽ എക്സാമിനേഷൻ നടത്തുന്നു.
ട്രെയിനിങ് കൊടുക്കുന്നു. ഒപ്പം തന്നെ മ്യൂസിക്കോഫീലിയ എന്ന വലിയ ഒരു പ്രോഗ്രാം ചേതനയുടെ ഒരു സംരംഭം ആയിട്ട് വേണം കരുതാനായിട്ട്. ഇതിൻ്റെ കൂട്ടത്തിലൂടെ ഗുരുവന്ദനം അല്ലെങ്കിൽ ഗുരുപ്രണാമം എന്ന വലിയ പ്രോഗ്രാം കുട്ടികളുടെ ഇടയിൽ നിന്ന് നടത്താറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ ടീച്ചേഴ്സിന് ഗുരുവന്ദനം, ഗുരുപ്രണാമം എന്ന പരിപാടി ചെയ്തു തന്നു. അന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ചെയറുകളിൽ ഞാനും ഇരിക്കുമെന്ന്. പക്ഷെ ഇതൊക്കെ അച്ഛൻ്റെ കെയറിങ്ങിൽ കൂടെയും ഒക്കെ സംഭവിച്ചതാണ്. ഈ സംഗീതത്തിലേക്ക് വരുമ്പോൾ ഒരു ഹാർമണി നമുക്ക് വ്യക്തിപരമായിട്ടും നമ്മൾ തമ്മിലും ഈ സമൂഹം തമ്മിലും ഉണ്ടാകും. അതായത് സംഗീതത്തിലൂടെ ഹാർമണി സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ലോകത്തിൽ ഹാർമണി സൃഷ്ടിക്കാനായിട്ട് സംഗീതത്തിന് സാധിക്കും. അതിനൊരു ലിമിറ്റേഷൻസ് ഒന്നുമില്ല. ഈ ലോകം മുഴുവനും ഉൾക്കൊള്ളാനായിട്ട് സംഗീതത്തിന് സാധിക്കും. ശുദ്ധമായ സംഗീതം മനുഷ്യനെ അലൗകികമായ ലോകത്തിലേക്കും പാരസ്പര്യമോ കൊണ്ടുചെന്നാക്കും. അതുകൊണ്ട് ഇറ്റ് മേക്സ് എ ഹാർമണി. അതാണ് നമ്മൾ ചെയ്യുന്നത്.